നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 4/7/2026 ശനിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില നേരിയ തോതിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണവിലയിൽ തുടരുന്ന ഏറ്റക്കുറച്ചിലുകൾ ആഭരണപ്രേമികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇന്ന് സംസ്ഥാനത്ത് 1 ഗ്രാമിൻ്റെ വില 25 ഒരു പവന് പോലും 200 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. 22 ക്യാരറ്റ് നോക്കുമ്പോൾ 13,450, ഒരു പവൻ 1,07,600 അതുപോലെ 24 ക്യാരറ്റ് 14,673, ഒരു പവൻ 1,17,384 അതുപോലെ 18 ക്യാരറ്റ് 11,005, ഒരു പവൻ 81,040 രൂപയാണ്. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. വാരാന്ത്യത്തിൽ സ്വർണം വാങ്ങാൻ പ്ലാനിട്ടവർക്ക് നേരിയ ആശ്വാസമായാണ് ഇന്നത്തെ സ്വർണ്ണവില. അമേരിക്കൻ പലിശ തീരുമാനത്തിൽ കാര്യമായ വർധന ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയെ തുടർന്ന് കുറച്ച് ദിവസമായി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കയറ്റത്തിലായിരുന്നു. വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 269, RSS 5 കിലോ 265, ISNA20 230, ലാറ്റക്സ് 60% 171.70 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 269, RSS 5 കിലോ 265. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 171, 60% DRC ഒട്ടുപാൽ കിലോ 128.25 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 261, RSS 5 കിലോ 250. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. ജൂൺ 15 കേരളത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര തുടങ്ങിയത്. UDF മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടിയായ സ്ത്രീ സൗജന്യ യാത്ര KSRTCയിൽ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് പൈസ മിച്ചം വരും. അത് KSFE വഴി ചിട്ടിയിൽ ചേർന്ന വഴി ധനസമാഹരിക്കാം സ്ത്രീകൾക്ക് ഭാവിയിലേക്ക്. അതിനായി KSFE തുടങ്ങുന്നു. KSFE പിങ്ക് ചിട്ടി. സംസ്ഥാന സർക്കാർ KSFE വഴി ചിട്ടി തുടങ്ങുകയാണ്. സൗജന്യ യാത്രയിലൂടെ മാറ്റിവെക്കുന്ന ഈ പണം ഭാവിയിലെ കുട്ടികൾക്ക് ആവശ്യമായാലും ചികിത്സയ്ക്കായാലും മറ്റും ചിട്ടി പിടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നല്ലൊരു ഗുണം തന്നെയാണ്. ഇങ്ങനെ ചിട്ടിയിലൂടെ സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ സർക്കാർ ഖജനാവിലേക്കും പൈസ വന്ന് നിറയും. കാര്യം അവർക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.